ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിൻ്റെ പുതിയൊരു വീഡിയോ ഇട്ട് സദാ ഇന്നത്തെ വീഡിയോ ഫോട്ടോ നമ്മൾ പങ്കുവെക്കാമെന്ന് ഇന്ന് തിയേറ്ററിലെത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായി തടവ് എന്ന് പറയുന്ന മലയാള സിനിമയെക്കുറിച്ചാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ്. പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പാലക്കാട്ടെ ഒരു കൂട്ടം സിനിമാ പ്രേമികളുടെ വർഷങ്ങളായിട്ടുള്ള സ്വപ്ന സാക്ഷാത്കാരമാണ് തടവ് എന്ന് പറയുന്ന സിനിമ. 40-ലധികം പാലക്കാട്ടുകാർ അഭിനയിച്ച ചിത്രമാണ് തടവ് എന്ന് പറയുന്ന സിനിമ. പട്ടാമ്പി പരതൂർ സ്വദേശികളായിട്ടുള്ള ബീന ആർ, ചന്ദ്രൻ, സുബ്രഹ്മണ്യൻ, അനിത എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത്. സുജിത് എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചെർപ്പളശ്ശേരി സ്വദേശി ഇസ്ഹാഖും നീതു എന്ന കഥാപാത്രമായി വേഷമിട്ട ഹരിതി ചിത്രത്തിൽ ഉണ്ട്. പട്ടാമ്പി സ്വദേശി ഫാസിൽ റസാഖാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. കൂടാതെ പാലക്കാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 30-ലധികം ആളുകൾ ചിത്രത്തിൽ അണിനിരന്നിട്ടുണ്ട് എന്നത് ചിത്രത്തിന്റെ പ്രത്യേകതയായിരുന്നു. ചിത്രത്തിൽ കേരളത്തിൽ ഏകദേശം 30ഓളം തിയേറ്ററുകളിലാണ് തടവ് എന്ന് പറയുന്ന സിനിമ റിലീസ് എത്തിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 2021 മികച്ച നടിക്കുള്ള അംഗീകാരം നേടിയ ഉർവശിയുടെ കൂടെ പങ്കിട്ടത് സിനിമയിലെ ഗീത എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ബീന ആർ ചന്ദ്രനാണ്. അതേ വർഷത്തിലെ മികച്ച നവാഗത സംവിധായകങ്ങൾ അംഗീകാരം ഫാസിൽ റസാഖും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമയിൽ പാട്ടുകളും പാടിയിരിക്കുന്നതും സിനിമയിൽ അഭിനയിച്ച കഥാപാത്രങ്ങളും തന്നെയാണ്. സംവിധായകന്റെ ആദ്യ സിനിമ കൂടിയായതുകൊണ്ട് തന്നെ ചിത്രം തിയേറ്ററുകളിൽ എത്രത്തോളം വിജയമാകുമെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. എന്തൊക്കെയാണ് ഒരു കൂട്ടം ആൾക്കാരുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്ന് തിയേറ്ററിലെത്തിയിരിക്കുന്ന തടവ് എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിന് മമ്മൂട്ടിയുടെ പ്രശംസ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. സിനിമയിൽ ഓരോരുത്തരുടെയും അഭിനയം മികച്ചതായിരുന്നു എന്ന് പറഞ്ഞ് മമ്മൂട്ടി സംവിധായകൻ ഫാസിൽ റസാഖിനെ വിളിച്ച് പ്രശംസ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നണിയിലുള്ളവരും സഹാഭിനേതാക്കളും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളതെന്നും മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ തടവ് എന്ന് പറയുന്ന സിനിമ മികച്ച ഒരു ചിത്രമായിട്ട് മാറുമെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ എത്ര പേരാണ് ഇന്നത്തെ ദിവസം തടവ് എന്ന് പറയുന്ന സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.